പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. കൺസ്ട്രക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ഒരു പാർട്ടാണ്. നമുക്കറിയാം, ഫസ്റ്റ് പാർട്ടിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. വാട്ട് ഈസ് മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ four-sided closed figure. Then different types of quadrilaterals: square, rectangle, parallelogram, trapezium, isosceles trapezium, kite, etc. are there. Then square, construction of square, different ways. One side തന്നു കഴിഞ്ഞ് കൺസ്ട്രക്റ്റ് ചെയ്തു. ദെൻ ഡയഗണൽസ് തന്ന് സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്തു. ഇൻസൈഡ് സർക്കിളിൽ സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്തു. സെക്കൻഡ് ഫിഗറാണ് റെക്റ്റാങ്കിൾ. എല്ലാവർക്കും അറിയാം റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ആ റെക്റ്റാങ്കിളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് കൺസ്ട്രക്ഷനാണ്. 4 ടൈപ്പിലാണ് റെക്റ്റാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ടോപ്പിക്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് റെക്റ്റാങ്കിൾസ് എല്ലാവരും ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടൈപ്പ് 1, 2 sides are given. ഫസ്റ്റ് ടൈപ്പ് 2 sides are given. ടൈപ്പ് 1, 2 സൈഡ്സ് തന്നാൽ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എഴുതുക. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 7 cm ആൻഡ് ബ്രെഡ്ത്ത് 5 cm. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 7 cm ആൻഡ് ബ്രെഡ്ത്ത് 5 cm. അപ്പോൾ നമുക്ക് വേണം റഫ് ഫിഗർ വരച്ച് വെക്കാം. ആദ്യം ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് പെന്ന് കൊണ്ട് വെറുതെ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ഒരു റഫ് ഫിഗർ കൺസ്ട്രക്റ്റ് ചെയ്യുക. എന്നാൽ ആ റഫ് ഫിഗർ നോക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ഫിഗർ ട്രേസ് ചെയ്യാം. അപ്പോൾ 7 cm ലെങ്ത്ത്, 5 cm ബ്രെഡ്ത്ത്. ഡ്രോ എ ലൈൻ 7 cm. എല്ലാവർക്കും അറിയാലോ, സ്കെയിൽ വെച്ച് 7 cm ലൈന് കൺസ്ട്രക്റ്റ് ചെയ്തു. ദെൻ ഡ്രോ പെർപെൻഡിക്കുലർ. ദെൻ നെയിം ചെയ്യുക. എ ബി ഈസ് ദി ലൈൻ സെഗ്മെൻറ്റ്. ദെൻ ആംഗിൾ ബി 90 ഡിഗ്രി, ആംഗിൾ എ 90 ഡിഗ്രി. യൂസിങ് പ്രൊട്രാക്ടർ, യൂസിങ് സെറ്റ് സ്ക്വയർ, കോമ്പസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് സെറ്റ് സ്ക്വയർ ആൻഡ് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ആംഗിൾ ബി 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ആംഗിൾ എ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഡ്രോ എ ലൈൻ 7 cm ലോങ്. ദെൻ ആംഗിൾ എ, ദെൻ എൻഡ് ആംഗിൾ ലൈൻ സെഗ്മെൻറ്റ്, ഫസ്റ്റ് എൻഡ് ആംഗിൾ 90 ഡിഗ്രി ആൻഡ് സെക്കൻഡ് എൻഡ് ആംഗിൾ 90 ഡിഗ്രി. ടേക്ക് 5 cm, കോമ്പസിൽ 5 cm എടുക്കുക. ടേക്ക് 5 cm. ഡ്രോ എൻ ആർക്ക്, join 2 arc, we get a required rectangle. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത്ത് ചിലപ്പം ലാർജറായിട്ട് അവിടെ ഇങ്ങനെ കാണും. അത് വേണമെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ വേണം ചെയ്യുക, റബ്ബ് ചെയ്താളാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു അപ്രോക്സിമേറ്റ് കോൺസെപ്റ്റ് മൈൻഡിൽ വെക്കുക. ഇത്ര ലെങ്ത്ത് വരും 5, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഇത്ര വേണം. അല്ലാണ്ട് പേജ് നിറച്ചും പെർപെൻഡിക്കുലർ അങ്ങ് വരച്ചിട്ട് സ്റ്റൈലാക്കണ്ട. ഒരു കോൺസെപ്റ്റ് വെക്കുക. മൈൻഡ് ഒരു മെൻ്റൽ പ്രാക്ടിക്കലാണല്ലോ അത്. അപ്പോൾ ലെങ്ത്ത് 7 cm, ബ്രെഡ്ത്ത് 5 cm. ഡ്രോ എ ബ്യൂട്ടിഫുൾ റെക്റ്റാങ്കിൾ. ഓക്കെ, വളരെ മനോഹരമായ റെക്റ്റാങ്കിൾ. അപ്പോൾ ടൈപ്പ് 1, എല്ലാ ടൈപ്പിലും ഈ 2 പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് 1 എന്താണ്? 2 sides are given. സെക്കൻഡ് എക്സാമ്പിൾ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 8 cm ആൻഡ് ബ്രെഡ്ത്ത് 6 cm. ഡ്രോ a rectangle of length 8 cm and breadth 6 cm. ഫസ്റ്റ്ലി റഫ് ഫിഗർ. എല്ലാവരും റഫ് ഫിഗർ റൈറ്റിൽ എവിടെയെങ്കിലും വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയി വരച്ചു വെക്കുക. 8 and 6, ലെങ്ത്ത് 8, ബ്രെഡ്ത്ത് 6. ശ്രദ്ധിക്കണേ മക്കളെ. ദെൻ ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് 8 cm. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഡ്രോ എ ലൈൻ 8 cm. Draw perpendicular
2 ends AB പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്തു. ശ്രദ്ധിച്ചാൽ മതി, വേറെ തല പോകുന്ന കേസൊന്നും ഇല്ലല്ലോ, ശ്രദ്ധിച്ചാൽ മതി. ദെൻ മാർക്ക് 6 സെൻറ്റിമീറ്റർ. കറക്റ്റ്, 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 6 this is 8 centimeter. Draw a beautiful rectangle. Then ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ആവണേ മസ്റ്റാണ്. ചില ആൾക്കാർ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ബെൻഡ് ചെയ്തിട്ട് പോയിട്ട് വലിയ സ്റ്റൈലാക്കിയതാ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ഇന്ന് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ സ്റ്റൈലാക്കി കുറച്ച് ഇടിയപ്പം കിട്ടും. കാരണം എന്താ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കണം, വെറുതെ സ്റ്റൈലാക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടൈപ്പ് 1 ക്ലിയർ ആയല്ലോ. ടൈപ്പ് 1 2 sides are given. ലെങ്ത്ത് തരും, ബ്രെഡ്ത്ത് തരും. ടൈപ്പ് 2 1 diagonal of a rectangle and the angle between this diagonal and one side are given. 1 diagonal of a rectangle and the angle between this diagonal and one side are given. അതാണ് ടൈപ്പ് 2. ഒരു ഡയഗണൽ തരും, one diagonal of a rectangle and angle between ഡയഗണലും സൈഡും തമ്മിലുള്ള ഒരു ആംഗിളും തരും. അതാണ് കണ്ടീഷൻ. എക്സാമ്പിൾ എഴുതുക. ഡ്രോ എ റെക്റ്റാങ്കിൾ whose diagonal is 5 centimeter. Draw a rectangle whose diagonal is 5 centimeter. And the angle between the diagonal and the side is 35 degree. Angle between the diagonal and the side is 35 degree. അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിളാണ്, ഡയഗണൽ 5, ഒരു സൈഡും ഡയഗണലും തമ്മിലുള്ള ആംഗിൾ 35 ഡിഗ്രി. ഇതാണ് ഫിഗറായിട്ട് കിട്ടേണ്ടത്. കൺസ്ട്രക്ഷനായിട്ട് വരണം, വെറുതെ അങ്ങ് വരച്ചിട്ട് കാര്യമില്ല, കൺസ്ട്രക്ഷനായിട്ട് വരണം. സൈഡ് ലെങ്ത്ത് അൺനോൺ, അറിയത്തില്ല, അൺനോൺ. ഡയഗണൽ 5, ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽ ആൻഡ് സൈഡ് 35 ഡിഗ്രി. ദെൻ ഡ്രോ എ ലൈൻ എനി ലെങ്ത്, ഏതോ ലെങ്ത്തിൽ നമ്മൾ ലൈൻ വരച്ചു. ദെൻ 1 ആൻഡ് യൂസിങ് പ്രൊട്രാക്ടർ ആംഗിൾ 35 ഡിഗ്രി. ഡ്രോ എ ലൈൻ 35 ഡിഗ്രി. 35 ഡിഗ്രിയിൽ ലൈൻ വരച്ചു. പ്രൊട്രാക്ടർ എടുക്കാൻ അറിയാലോ. ഞാൻ എൻ്റെ വലിയ മാരത്തോൺ പ്രൊട്രാക്ടർ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൃത്തിയായിട്ട് പ്രൊട്രാക്ടർ എടുത്ത് ഒരു എൻഡിൽ വെച്ചിട്ട് 35 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ടേക്ക് കോമ്പസ്, an arc of length 5 centimeter. Mark 5 centimeter on the diagonal. Mark 5 centimeter. ഡയഗണലിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തു 5 centimeter. Firstly, draw a line segment any length and angle between diagonal and side 35 degree. 1 എൻഡിൽ 35 ഡിഗ്രി. അവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം, പക്ഷെ നമുക്ക് റൈറ്റോട്ട് വരയ്ക്കാനാണല്ലോ കുറച്ചുകൂടി ഈസി. Then mark 5 centimeter on the diagonal using compass use ചെയ്ത് മാർക്ക് ചെയ്തു. Then this point, draw a perpendicular from that point to base. 90 ഡിഗ്രിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ വരയ്ക്കുക നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. കറക്റ്റ് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ചാൽ മതി. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രിയിൽ വരച്ചു. This length is breadth, this length is length. Length breadth ആയി. Then length കോമ്പസിലെടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക്. ബ്രെഡ്ത്ത് കോമ്പസിലെടുത്തു, ഈ ആർക്കിനെ കട്ട് ചെയ്തു. Join, we get a beautiful rectangle. Beautiful rectangle. പിന്നെ നമുക്ക് ലെങ്ത്ത് കിട്ടിയല്ലോ. ഈ ലെങ്ത്ത് കോമ്പസിലെടുക്കുക, ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക്
ബ്രെഡ്ത്ത് കോമ്പസിലെടുക്കുക, ഈ പോയിന്റിൽ നിന്ന് ആർക്കിനെ കട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കോമ്പസ്. ഇവിടെ നിന്ന് ഒരു ആർക്ക്, ഈ ലെങ്ത് ബ്രെഡ്ത്ത് എടുത്തിട്ട് ആർക്കിനെ കട്ട് ചെയ്തു. ദാറ്റ് ഈസ് ജോയിൻ ചെയ്തു. നമുക്കെന്ത് കിട്ടി? ന്യൂ റെക്റ്റാങ്കിൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഡ്രോ എനി ലെങ്ത് ഓഫ് ലൈൻ എ ബി, then angle 35 degree, draw a line or diagonal, then take 5 centimeter using compass, mark a point on the diagonal അല്ലെങ്കിൽ arc on the diagonal. ഡയഗണലിൻ്റെ മുകളിൽ 5 സെൻറ്റിമീറ്ററിൽ ആർക്ക് മാർക്ക് ചെയ്തു. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് പോയിന്റ് ടു ബേസ്. പെർപെൻഡിക്കുലർ വരച്ചു യൂസിങ് സെറ്റ് സ്ക്വയർ പ്രൊട്രാക്ടർ. Then this is the breadth of rectangle, this is the length of rectangle. Then compass, using compass, draw an arc length, then breadth arc cut ചെയ്തു. We get a rectangle. കിട്ടിയല്ലോ. അപ്പോൾ ടൈപ്പ് 2 എന്താണ്? ഡയഗണൽ, വൺ ഡയഗണൽ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ ആൻഡ് സൈഡ് ആർ ഗിവൺ. ഒരു ഡയഗണൽ, ലെങ്ത് ഓഫ് ഡയഗണലും ആംഗിൾ ബിറ്റ്വീൻ വൺ സൈഡ് ആൻഡ് ഡയഗണൽ, ദാറ്റ് ഡയഗണൽ ആർ ഗിവൺ. അതാണ് ടൈപ്പ് 2. ഒരു എക്സാമ്പിളും കൂടി എഴുതാം. അതിൽ ടൈപ്പ് 2ൻ്റെ ഒരു എക്സാമ്പിളും കൂടി. ഡ്രോ എ റെക്റ്റാങ്കിൾ, ഡ്രോ എ റെക്റ്റാങ്കിൾ whose diagonal 8 centimeter long, 8 centimeter long, and the angle between the diagonal and the side is 40 degree. Angle between the diagonal and the side is 40 degree. Draw a rectangle whose diagonal is 8 centimeter, angle between the diagonal and the side is 35 degree. അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കുക. റെക്റ്റാങ്കിൾ, റഫ് ഫിഗർ അല്ലോ റെക്റ്റാങ്കിൾ ആണെന്ന് ഷുവറാണല്ലോ. ഡയഗണൽ 8, ആംഗിൾ ബിറ്റ്വീൻ സൈഡ് ആൻഡ് ഡയഗണൽ 40 degree. എല്ലാത്തിലും റഫ് ഫിഗർ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ ഫിഗറിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? എന്ത് കിട്ടും? വളരെ ഈസി ആയിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഡ്രോ എ ലൈൻ എനി ലെങ്ത്. മെഷർമെൻ്റ് ഉണ്ടോ? ഇല്ല, അൺനോൺ മെഷർ. ഡ്രോ ആൻ ആംഗിൾ 40 degree, സ്ലാൻറ്റഡ് ലൈൻ 40 degree സ്ലാൻറ്റഡ് ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ഡയഗണൽ. ഡ്രോ ആൻ ആർക്ക് 8 centimeter ഫ്രം കോർണർ ടു diagonal point, അല്ലെങ്കിൽ point on the diagonal 8 centimeter. Draw perpendicular to base. This is length AB, length BC, breadth. Using compass, length AB, draw an arc, length BC, cut arc, join. We get a new rectangle or required rectangle. ടൈപ്പ് 2 ഒക്കെ ആണല്ലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? വൺ സൈഡ് അൺനോൺ ആയിരിക്കും, ഡയഗണൽ തരും, ദെൻ ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽ ആൻഡ് സൈഡ്സ് ആർ ഗിവൺ. ടൈപ്പ് 2 സിമ്പിളാണ്. വൃത്തിയായിട്ട് മെഷർമെൻറ്റ് മാറ്റി ആംഗിൾ ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യട്ടോ. Type 3. Diagonal and the angle between the diagonals. Diagonal and the angle between the diagonals. അതൊരു പരിപാടിയാണ്. ഡയഗണൽ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ്. ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ തരും. are given. Diagonal and the angle between the diagonals are given. അപ്പോൾ ഡയഗണൽ ഒന്ന് തന്നാൽ മതി, കാരണം ഓൾ റെക്റ്റാങ്കിൾസ് ഡയഗണൽസ് ആർ ഈക്വൽ. പഠിച്ചതാണ് അല്ലേ? എക്സാമ്പിൾ. ഡ്രോ എ റെക്റ്റാങ്കിൾ whose diagonal is 5 centimeter long.
and the angle between the diagonal is 35 degree. And the angle between the diagonals is 35 degree. അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കാം. ഡയഗണൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ എത്രയാണ്? 35 ഡിഗ്രി എന്നാണ് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ 35 ഡിഗ്രി. ഡയഗണൽ ലെങ്ത്ത് 5 ആണ്. അപ്പോൾ 2.5 എന്ന് എടുക്കുക. രണ്ട് ഡയഗണലും 2.5 ആയിരിക്കും. അത് കുഴപ്പമില്ല. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ 35 ഡിഗ്രിയാണ്. അത് നോക്കിയാൽ മതി നമ്മൾ. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ 35 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുന്നത്? ഡയഗണൽ ലെങ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഡയഗണൽ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ 35 ഡിഗ്രിയാണ്. ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഡ്രോ എ ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. ഡയഗണലാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. 5 സെൻറ്റിമീറ്റർ. ഡ്രോ എ ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കണേ. ദെൻ മോർ ദാൻ ഹാഫ് എടുത്ത് പെർപെൻഡിക്കുലർ. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെയ്തു. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കാം. വേറൊരു ലൈനും കൂടി ഇതിൽ വരാണ്ട് കേട്ടോ. ഡ്രോ എ ലൈൻ, ഇതിൻ്റെ നെയിം കൊടുക്കുക ABCD. ഡ്രോ എ ഡയഗണൽ AC ഞാൻ ആദ്യം വരച്ചു. AC വരച്ചു. 5 സെൻറ്റിമീറ്റർ. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണെന്നറിയാലോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് അപ്പർ ആർക്ക് ലോവർ ആർക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്നല്ലേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ഇതാ AC-യുടെ മോർ ദാൻ ഹാഫ് എടുക്കുക, അപ്പർ ആർക്ക് ലോവർ ആർക്ക്. സിയിൽ വെച്ചിട്ട് അപ്പർ ആർക്ക് ലോവർ ആർക്ക്. ആർക്കിനെ മാറ്റാതെ അവിടെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ദെൻ ഇനി പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു ആംഗിൾ 35 ഡിഗ്രി ആംഗിൾ. ഇപ്പോൾ ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു 35 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. 35 ഡിഗ്രി ആംഗിൾ. പ്രൊട്രാക്ടർ കറക്റ്റ് ഇവിടെ പിടിച്ചിട്ട് ഈ ലൈൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് 35, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 35. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ലൈൻ വരും, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ പിടിച്ച് കറക്റ്റ് സെൻറ്ററിൽ പിടിച്ച് 0 ഇവിടെ ഉണ്ടാവും. 10, 20, 30, 35. ഞാനത് വലിയ പ്രൊട്രാക്ടർ ആകുമ്പോൾ മെഷർമെൻറ്റ് ഉണ്ടാവില്ല. ഈ ആംഗിൾ 35 ഡിഗ്രി മാർക്ക് ചെയ്തു. അത് ഡാർക്ക് ലൈനായിട്ട് ചെയ്തു. ഡാർക്ക് ലൈൻ. ഡ്രോ an angle 35 degree. Then take 2.5 centimeter arc. 2.5 എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. കാരണം എന്താ? ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ, ബൈസെക്റ്റ് ഈച്ച് അതർ. 5 സെൻറ്റിമീറ്റർ 2.5 2.5 ആയി ബൈസെക്റ്റ് ചെയ്തു. 5നെ ബൈസെക്റ്റ് ചെയ്താൽ 2.5. ദെൻ 2.5 2.5. ഇനി നമുക്ക് എന്താ പരിപാടി എന്നറിയോ? സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തു. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തു. 35 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ്. ദെൻ ലെങ്ത് ഓഫ് ഡയഗണൽ 5. ഇവിടെ 2.5 ആയിരിക്കും, ഇവിടെ 2.5 ആയിരിക്കും. റെക്റ്റാങ്കിൾ വളരെ വൃത്തിയായിട്ട് ഷേപ്പിൽ കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഡ്രോ എ ഡയഗണൽ 5 സെൻറ്റിമീറ്റർ, കൺസ്ട്രക്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ യൂസിങ് ഡോട്ടഡ് ലൈൻസ്. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നു. മോർ ദാൻ ഹാഫ് എടുത്ത് അപ്പർ ലോവർ, അപ്പർ ലോവർ, അപ്പാർക്ക് ലോവർക്ക്, അപ്പാർക്ക് ലോവർക്ക് ജോയിൻ ചെയ്തു. ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ജോയിൻ ചെയ്തു. ദെൻ യൂസിങ് പ്രൊട്രാക്ടർ ടേക്ക് 35 ഡിഗ്രി, ഡ്രോ എ ഡാർക്ക് ലൈൻ. ഡ്രോ എ ഡാർക്ക് ലൈൻ, സ്ലാൻറ്റഡ് ലൈൻ, ചെരിഞ്ഞിട്ടുള്ള ലൈൻ വരച്ചു. ദെൻ മാർക്ക് 2.5 സെൻറ്റിമീറ്റർ. ദെൻ എന്തുകൊണ്ടാണ് 2.5 വന്നത്?
half of the diagonal in a rectangle diagonals are bisect each other. 5 centimeter ആണെങ്കിൽ both the diagonals are 5. In a rectangle diagonals are equal and bisect each other. 5ൻ്റെ ഹാഫ് 2.5, 2.5 ഡാർക്ക് ലൈൻ്റെ മുകളിൽ ജോയിൻ ചെയ്തു. സ്കെയിൽ വെച്ച് നീറ്റായിട്ട് വളരെ നീറ്റായിട്ട് എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു, ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. we get a rectangle. Diagonal 5 centimeter and angle between the diagonals 35 degree. Diagonals 5 centimeter and angle between the diagonal 35 degree. അപ്പോൾ ടൈപ്പ് 3 എന്താ പറഞ്ഞിരിക്കുന്നത്? 1 ഡയഗണൽ തരും, ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ തരും. ഓക്കെ, സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ടൈപ്പ് 3യുടെ എക്സാമ്പിൾ, അതായത് 6th ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്റ്റാങ്കിൾ, നല്ല സാവധാനം എഴുതിയാൽ മതി. ഡ്രോ എ റെക്റ്റാങ്കിൾ ഹൂസ് ഡയഗണൽ ഈസ് 8 centimeter. Whose diagonal is 8 centimeter. Whose diagonal is 8 centimeter long. And the angle between the diagonals is, and the angle between the diagonals is, and the angle between the diagonals is 30 degree, 30. അപ്പോൾ റഫ് ഫിഗർ വരച്ച് വെക്കുക. റഫ് ഫിഗറിൽ ഡയഗണൽസ് എന്താണ്? 8 ആണ്. അപ്പോൾ 4, 4 വരും, 4, 4 വരും. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 40 ആണ്. 40 ഡിഗ്രി, സോറി 40 അല്ല 30 ഡിഗ്രി. 4 ഡയഗണൽ, ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ 30. അതെവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ 30 എന്തായാലും മാർക്ക് ചെയ്താൽ ഇവിടെ എത്രയൊക്കെ വരിക? 150. ലീനിയർ പെയർ അല്ലേ വരിക? അത് നമ്മൾ നോക്കേണ്ട. ഫിഗറിൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ് 30 എന്ന് കാണിച്ചാൽ മതി. ഫസ്റ്റ്ലി ഡ്രോ എ ഡയഗണൽ 8 centimeter. 8 centimeter. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. ഡ്രോ ഡയഗണൽ 8 centimeter. Then draw perpendicular bisector more than half. Upper arc, lower arc, upper arc, up arc, lower arc, up arc, lower arc. Upper arc, lower arc, upper arc, lower arc ചെയ്തു. പ്രൊട്രാക്ടർ പിടിച്ചു. ദെൻ ഇത് ഡോട്ടഡ് ലൈൻസ് ആണ് അല്ലേ? വെരി ഗുഡ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. ദെൻ ആംഗിൾ 40 ഡിഗ്രി മാർക്ക് ചെയ്തു. 40 അല്ല 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഡാർക്ക് ലൈൻ ചെയ്തു. കറക്റ്റ് ആണല്ലോ? പ്രൊട്രാക്ടർ പിടിക്കാൻ അറിയാലോ? സെൻട്രലിലെ പ്രൊട്രാക്ടർ പിടിക്കുക. സെൻട്രലിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഈ ലൈൻ ജോയിൻ ചെയ്യുന്നത് 0 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഡാർക്ക് ലൈൻ. ദെൻ ഹാഫ് ഓഫ് ദി ഡയഗണൽ 4. ടേക്ക് 4 centimeter. ഡ്രോ എൻ ആർക്ക്. Joint, we get a neat rectangle. Join, we get ഒരു ചെരിഞ്ഞിട്ടായിരിക്കും കിട്ടുക, അത് കുഴപ്പമില്ല. റെക്റ്റാങ്കിൾസ് ആണ്. ഡയഗണൽ 4, ഡയഗണൽ 4, 4, 4. സൈഡ്സ് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ നോക്കണ്ട. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ് എത്രയാണ്? 30 ഡിഗ്രി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഡ്രോ എ ഡയഗണൽ 8 centimeter. Construct perpendicular bisector more than half. Upper arc, lower arc, upper cut, lower cut. അല്ലേ? അപ്പർ ആർക്ക് മോർ ദാൻ ഹാഫ് എടുത്ത് താഴെ വരച്ചു. 7th പഠിച്ചത് ആ ബൈസെക്ടറൊക്കെ പഠിക്കാൻ. ദെൻ യൂസിങ് പ്രൊട്രാക്ടർ, ആംഗിൾ ബിറ്റ്വീൻ ദി ഗിവൺ ഡയഗണൽ ആൻഡ് അനദർ ന്യൂ ഡയഗണൽ 30 ഡിഗ്രി. ഡ്രോ ഡാർക്ക് ലൈൻ. മാർക്ക് 4 centimeter ഈച്ച് പാർട്ട്. 4. എങ്ങനെ 4 കിട്ടി? ഹാഫ് ഓഫ് ദി ഡയഗണൽ. ഇൻ എ റെക്റ്റാങ്കിൾ ഡയഗണൽസ് ആർ ഈക്വൽ, ബൈസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, ദെൻ 30 മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു. വി ഗെറ്റ് എ ന്യൂ റെക്റ്റാങ്കിൾ ഓർ റിക്വയർഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ ടൈപ്പ് 3 ഓക്കെ ആണല്ലോ. 6 പ്രോബ്ലം ചെയ്തേ. ടൈപ്പ് 1 2 റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ടൈപ്പ് 2 2 റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ടൈപ്പ് 3 2 റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 3 റെക്റ്റാങ്കിൾസ് വേറെ കൺസ്ട്രക്ട് ചെയ്യാം. ഒരു പണിയില്ലാന്നേ.
അടുത്ത ടൈപ്പ് 4, നാലാമത്തെ ടൈപ്പ്. Diagonal and one side are given. Diagonal and one side are given. Diagonal and one side are given. Example. Draw a rectangle. Draw a rectangle whose diagonal is 5 centimeter. Whose diagonal is 5 centimeter. And one side is 4 centimeter. And one side is 4 centimeter. ഒരു ഫിഗർ വരയ്ക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ, ഡയഗണൽ 5 സെൻറ്റിമീറ്റർ, വൺ സൈഡ് എത്ര കാണിച്ചിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ വൺ സൈഡ് ആൻഡ് വൺ ഡയഗണൽ ആർ ഗിവൺ. ഫോർത്ത് ടൈപ്പ്. അപ്പോൾ ഡ്രോ എ ലൈൻ 4 സെൻറ്റിമീറ്റർ. ഡ്രോ എ ലൈൻ 4 സെൻറ്റിമീറ്റർ. കറക്റ്റ് 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം എൻഡ് പോയിൻ്റ് പെർപെൻഡിക്കുലർ വേണം, നിർബന്ധമാണല്ലോ. എൻഡ് 4 എൻഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിലായിരിക്കും മസ്റ്റായിട്ട്. ഡ്രോ 5 സെൻറ്റിമീറ്റർ യൂസിങ് കോമ്പസ്. ടേക്ക് കോമ്പസ്. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തു. എൻ ആർക്ക് കട്ട് പെർപെൻഡിക്കുലർ ലൈൻ. 5 സെൻറ്റിമീറ്റർ ആ പെർപെൻഡിക്കുലർ ലൈനിലേക്ക് കട്ട് ചെയ്തു. കോമ്പസ് എടുത്തിട്ട് ആർക്ക് 5 സെൻറ്റിമീറ്റർ എടുത്തു. ഇവിടെ നിന്ന് ഈ ലൈനിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് 4 സെൻറ്റിമീറ്റർ ലെങ്ത്ത് അല്ലേ? ഇവിടെ വെച്ച് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് മാർക്ക് ചെയ്തു. ദിസ് ഈസ് ബ്രെഡ്ത്ത്. ഇത് കോമ്പസിലെടുത്ത് ഇവിടെ നിന്ന് വെച്ചിട്ട് ഇതിനെന്ത് ചെയ്തു? കട്ട് ചെയ്തു. ആ ബ്രെഡ്ത്തും ലെങ്ത്തും എന്ത് ചെയ്താൽ ജോയിൻ ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. റെക്റ്റാങ്കിൾ ഫോം ചെയ്തു. ഡയഗണൽ 5, സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ 4 സെൻറ്റിമീറ്റർ. ഇവിടെ 90, ഇവിടെ കട്ടിങ് ഡയഗണൽ കട്ട് ചെയ്തു. ദിസ് ലൈൻ 4. ദിസ് ലൈൻ മെഷർമെൻറ്റ് ഉണ്ടാവത്തില്ല, നമ്മൾ കോമ്പസിലെടുത്ത് കട്ട് ചെയ്താൽ മതി. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ ടൈപ്പ് 4ഉം സിമ്പിളാണ്. എല്ലാ ടൈപ്പും വളരെ സിമ്പിളാക്കി ക്യാപ്സ്യൂളാക്കിയിട്ടാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ടൈപ്പ് 4 എന്താണ്? വൺ ഡയഗണൽ ആൻഡ് സൈഡ്, വൺ സൈഡ് ആർ ഗിവൺ. അതിലൊരു എക്സാമ്പിളും കൂടി എഴുതി വെച്ചോളൂ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഹൂസ് diagonal 8 centimeter and one side 5 centimeter. Draw a rectangle whose diagonal is 8 centimeter and one side 5 centimeter. Then firstly rough figure വരയ്ക്കാം. Side 5 centimeter, diagonal 8 centimeter. ഓക്കെ, റഫ് ഫിഗർ നെയിം ഒന്നും കൊടുക്കണ്ട, റഫായിട്ട് വരച്ചാൽ മതി, പെന്ന് കൊണ്ട് വരച്ചാൽ മതി. ദെൻ ഫസ്റ്റ്ലി കൺസ്ട്രക്ഷനിലേക്ക് കിടക്കുക. 5 സെൻറ്റിമീറ്റർ, ഡ്രോ എ ലൈൻ 5 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് ആംഗിൾ 90 ഡിഗ്രി, പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ദെൻ 8 സെൻറ്റിമീറ്റർ, മാർക്ക് 8 സെൻറ്റിമീറ്റർ അല്ലേ? 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. കോമ്പസിൽ ഞാൻ എടുത്തു, 8 സ്കെയിലൊക്കെ വെച്ചിട്ട് എടുത്തു. ഇതാണ് എൻ്റെ 8 സെൻറ്റിമീറ്റർ. ഇതാണ് 8 സെൻറ്റിമീറ്റർ. ഇവിടെ അങ്ങ് പിടിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ അടുത്ത പണി? സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തു 8 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വർക്ക് എന്താ? 5 ആണ് അല്ലേ? 5 സെൻറ്റിമീറ്റർ ബേസ് വരച്ച 5 എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു. ദിസ് ബ്രെഡ്ത്താണ്. ഇവിടെ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തു. ഈ ആർക്ക് സ്കെയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. വി ഗെറ്റ് എ ന്യൂ റെക്റ്റാങ്കിൾ ഓർ റിക്വയർഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ വളരെ മനോഹരമായിട്ട് കിട്ടിയല്ലോ ടൈപ്പ് 4. അപ്പോൾ 4 ടൈപ്സ് ഓഫ് റെക്റ്റാങ്കിൾ കൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്തത്. സ്ക്വയർ കൺസ്ട്രക്ഷൻ 3 ടൈപ്പിൽ ചെയ്തു. റെക്റ്റാങ്കിൾ കൺസ്ട്രക്ഷൻ 4 ടൈപ്പിൽ ചെയ്തു. ടൈപ്പ് 1, 2 sides are given. Type 2, one diagonal of a rectangle and angle between this diagonal and one
side. Third, diagonal and angle between the diagonals. Fourth, diagonal and one side are given. ആ ടൈപ്പ് 4 ചെയ്തു. അതിൽ വരുന്ന കുറച്ചൊരു സിമ്പിൾ ആക്ടിവിറ്റി ഉണ്ട്. പേജ് നമ്പർ 115 116 വരുന്നത്. ഡ്രോ ഫിഗർ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കാണിക്കുന്നുണ്ട്. ഇവിടെ റെക്റ്റാങ്കിളൊക്കെ മെഷർ എടുത്തിട്ട് കാണിക്കുക. വെറുതെ വരച്ചു നോക്കുക നിങ്ങൾ. വരച്ചു 30 ഡിഗ്രി. നമ്മളിപ്പോൾ വരച്ചതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ സൈഡ് 36 ആയിട്ട് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് എക്സ്റ്റെൻഡ് ചെയ്തു 3 സെൻറ്റിമീറ്റർ അടക്കി മാർക്ക് ചെയ്തു. ദെൻ അനദർ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇതൊക്കെ ആക്ടിവിറ്റി കൺസ്ട്രക്ഷൻ ആയിട്ട് ചെയ്യുക. ഇതൊക്കെ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിവിടെ അങ്ങോട്ട് ടച്ച് ചെയ്തു 90. അങ്ങനെയൊക്കെ ആക്ടിവിറ്റി വർക്കായിട്ട് ചെയ്യണം. വെറുതെ റഫ് വർക്കല്ലാതെ നമ്മളിതൊന്നും കൺസ്ട്രക്ഷൻ മോഡല്ല. ഇതൊക്കെ ആക്ടിവിറ്റി വർക്കാണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് അതൊക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. റെക്റ്റാങ്കിളിൽ വരുന്ന 2-3 ആക്ടിവിറ്റി വർക്ക് ഉണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്കിനി പാരലലോഗ്രാം ചെയ്യാനുണ്ട്. പാരലലോഗ്രത്തിൻ്റെ കേസിൽ 4 ടൈപ്പ്, ഇതുപോലെ 4 ടൈപ്പ് ഉണ്ട്. ട്രപ്പീസിയം ഉണ്ട്, ട്രപ്പീസോയിഡൽ, ട്രപ്പീസിയം. അതേപോലെ 4 ടൈപ്പിൽ ട്രപ്പീസിയം ചെയ്യാനുണ്ട്. 4 ടൈപ്പില്ലെങ്കിലും 2 ടൈപ്പെങ്കിലും ചെയ്യാം. ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട് ഒരു 4 ടൈപ്പിൽ. ഇനി ഒരു 3 കൺസ്ട്രക്ഷനും കൂടിയുള്ളത്. ട്രപ്പീസിയം അതിൽ ഇമ്പോർട്ടൻ്റ് ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് പാരലലോഗ്രാണ്. ട്രപ്പീസിയത്തിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കാണിക്കാറില്ല, എന്നാലും നമുക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ പാരലലോഗ്രാം നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ, ട്രപ്പീസിയം ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ. 3 പാർട്ടും കൂടി ഉണ്ട് കേട്ടോ. ആ 3 പാർട്ടിനെ ഞാൻ 2 പാർട്ടാക്കിയിട്ട് സെറ്റ് ചെയ്യും. പാരലലോഗ്രാം ട്രപ്പീസിയം ഒരു പാർട്ടിൽ, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ഒരു പാർട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. സ്ക്വയർ 3 ടൈപ്സ്, റെക്റ്റാങ്കിൾ 4 ടൈപ്സ്. അതിൽ കറക്റ്റ് ഞാൻ 4 ടൈപ്പിൽ 8 ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. 2 ഫിഗേഴ്സ് വെച്ചിട്ട് ഓരോന്നിൽ വർക്കൗട്ട് ചെയ്യുക. ആക്ടിവിറ്റി സെൽഫായിട്ട് മെഷർ ചെയ്തിട്ട് വരയ്ക്കുക. നന്ദി. വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. നന്ദി, നമസ്കാരം.